Hi all, NS Academy പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്ത ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. Question number 1. For speed reduction, dash gear is used. Option A, worm gear. Option B, spur gear. Option C, bevel gear. Option D, herringbone gear. അപ്പോൾ സാധാരണ സ്പീഡ് റിഡക്ഷന് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വേം ഗിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ സ്റ്റഡി ഫ്ലോ ഓഫ് ലിക്വിഡ് ദ ആക്സലേഷൻ ഓഫ് എനി ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈസ് ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 0 അണ്ടർ ലിമിറ്റഡ് കണ്ടീഷൻ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് ആക്സിലറേഷനും കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കോൺസ്റ്റൻറ്റ്. Question number 3. The velocity of horizontal jet through an orifice provided at the bottom of a tank with a water level of 4 meter is 4 meter per second. What will be the jet velocity when the level drops to 1 meter? അപ്പോൾ അല്ല ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 1 meter per second ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 meter per second ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 1.414 meter per second ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 4 meter per second ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വി ഈസ് ഇക്വൽ ടു സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2gh ആണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ നിന്ന് നമുക്ക് 4 ഈസ് ഇക്വൽ ടു സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 4 എന്ന വാല്യൂ ഒന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി വിയുടെ വാല്യൂ കിട്ടും. ആ സി വി ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു വി കണ്ടുപിടിക്കുകയാണെങ്കിൽ സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2gh വരാം. അപ്പോൾ സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 1 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2.02 എന്നാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 meter per second. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഇംപ്രഷൻ ഡൈ ഫോർജിങ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഓപ്പൺ ഡൈ ഫോർജിങ്, ഓപ്ഷൻ ബി ഫ്ലാഷ്ലെസ് ഡൈ ഫോർജിങ്, ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ് ഫോർജിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ക്ലോസ് ഡൈ ഫോർജിങ് ആണ്. ക്ലോസ് ഡൈ ഫോർജിങ്ങിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ഫ്ലാഷ്ലെസ് ഡൈ ഫോർജിങ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ഫ്ലാഷ്ലെസ് ഡൈ ഫോർജിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലാഷ്ലെസ് ഡൈ ഫോർജിങ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വർക്ക് സ്റ്റഡി എക്സാമിൻസ് ഫസ്റ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി വർക്ക് ഡ്യൂറേഷൻ, ഓപ്ഷൻ സി ഫീസിബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ്, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു മെഷീൻ എത്ര ടൈം എടുക്കും അതിനെയാണ് നമ്മൾ വർക്ക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു വർക്ക് സാറ്റിസ്ഫാക്ടറി ലെവലിൽ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് എന്തുമാത്രം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം റിക്വയർഡ് ഉള്ളതെന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വർക്ക് ഡ്യൂറേഷൻ. Question number 6. In process chart, the symbols used for storage and inspection are option A square and triangle, option B triangle and square, option C circle and triangle, option D square and circle. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്പറേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോറേജ് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് ട്രയാങ്കിളാണ്, ഇൻസ്പെക്ഷന് യൂസ് ചെയ്യുന്നത് സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ട്രയാങ്കിൾ ആൻഡ് സ്ക്വയർ. Question number 7. Dash layout is preferred for low volume production of non-standard products. അപ്പോൾ ലോ വോളിയം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും, വെറൈറ്റി കൂടുതലായിരിക്കും. നോൺ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ പ്രോഡക്റ്റാണ്. ഒരു എക്സാമ്പിൾ ഒരു നട്ടും ബോൾട്ടും എടുത്തു കഴിഞ്ഞാൽ M8 എന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും എടുത്തു കഴിഞ്ഞാൽ M8 mm ആണ്. നമുക്ക് ലോകത്ത് എവിടെ പോയാലും ആ ഒരു പർട്ടിക്കുലർ സൈസിലുള്ള നട്ടും ബോൾട്ടും കിട്ടും. അപ്പോൾ അങ്ങനത്തതാണ് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്. അപ്പോൾ നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ്, അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, പ്രോസസ് ലേഔട്ട്. അപ്പോൾ പ്രോസസ് ലേഔട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് അനുസരിച്ച് നമ്മളെ ലേഔട്ട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ
കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് കസ്റ്റമൈസേഷൻ പ്രോസസ്സിന് പ്രോഡക്റ്റിന് നമ്മൾ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ലേഔട്ടിൽ വ്യത്യാസം വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, പ്രോസസ് ലേഔട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ വാല്യൂ ഓഫ് പോയ്സോൺ റേഷ്യോ ഫോർ കോക്ക് ആൻഡ് കോൺക്രീറ്റ് ആർ ഓപ്ഷൻ എ 0.1 and 0, ഓപ്ഷൻ ബി 0 and 0.5, ഓപ്ഷൻ സി 0 and 0.1 ആൻഡ് ഓപ്ഷൻ ഡി 0.5 and 0. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത് കോക്കിൻ്റെ പോയ്സൺ റേഷ്യോ 0 ആണ്, കോൺക്രീറ്റിൻ്റെ പോയ്സൺ റേഷ്യോ ലൈസ് ബിറ്റ്വീൻ 0.1 and 0.2 ആണ്. പക്ഷേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 0 and 0.1. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ കോഡ് G33 ഈസ് യൂസ്ഡ് ഫോർ എ ആബ്സല്യൂട്ട് പ്രോഗ്രാമിംഗ്, ത്രെഡ് കട്ടിംഗ്, ബി ത്രെഡ് കട്ടിംഗ്, സി ഇൻക്രിമെൻറ്റ് പ്രോഗ്രാമിംഗ്, ഡി ടൂൾ ലെങ്ത് കോമ്പൻസേഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ CNC മെഷീനിൽ ഉപയോഗിക്കുന്ന വേരിയസ് ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ്. ആ കോഡിങ് നമുക്ക് ഓരോ ഓപ്പറേഷൻ അനുസരിച്ച് G കോഡ് മാറും. അപ്പം നമ്മൾ ത്രെഡ് കട്ടിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കോഡ് G33 ആണ്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻ ബി ആയിട്ട് ത്രെഡ് കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Joule's law states that the specific internal energy of a gas, option A, depends on temperature of the gas, option B, depends on pressure of the gas, option C, independent of pressure of the gas, option D, both A and C. അപ്പോൾ ജൂൾസ് ലോ പ്രകാരം സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വോളിയത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തായിട്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ ഓഫ് ദി ഗ്യാസ്. അത് പ്രഷർ മാത്രമല്ല വോളിയമും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഓപ്ഷൻ വോളിയം ഇല്ലാത്തതുകൊണ്ട് പ്രഷർ മാത്രം കാണിച്ചിട്ടുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യാം. ഇന്നത്തെ PVQ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. NS അക്കാഡമിയിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ്ങും അതിൻ്റെ ഓഫർ പർച്ചേസിനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ ഡെമോ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസിനായി ബിഗ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.